പ്ലസ് ടു കഴിയാറായി. ഇനി എന്തെടുക്കണം, ഏതെടുക്കണം, എങ്ങോട്ട് പഠിച്ചു പോകണം എന്നുള്ള ഒരു ഐഡിയയും ഇല്ലാതെ നിൽക്കുന്നവരാണോ? രക്ഷകർത്താക്കളാണെങ്കിലും വിദ്യാർത്ഥികളാണെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. മുഴുവനായിട്ടും കാണുക. ചെറുതായിട്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഗൈഡൻസ്, ഒരു ഐഡിയ കിട്ടും. സോ 5 മിനിറ്റിനുള്ളിൽ മാത്രമായിരിക്കും ഈ ഒരു വീഡിയോ. ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടോപ്പ് 5 സ്ട്രീംസ് ആഫ്റ്റർ പ്ലസ് ടു ആണ്. നമുക്ക് പ്ലസ് ടു കഴിഞ്ഞിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന 2026 ലേറ്റസ്റ്റ് ട്രെൻഡ് അനുസരിച്ച് നമുക്ക് പഠിക്കാൻ കഴിയുന്ന പോസിബിൾ ആയിട്ടുള്ള 5 കാര്യങ്ങളാണ്. അതിൽ പഠനം മാത്രമല്ല, ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടി വരുന്നുണ്ട്. തീർച്ചയായിട്ടും കേട്ട് മനസ്സിലാക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമാകുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. സോ ആദ്യത്തെ കാര്യത്തിലേക്ക് കടക്കാം. എന്തായാലും 10 കഴിഞ്ഞ് വേറെ ഒരു സ്ട്രീമിലേക്കും പോവാതെ ധൈര്യത്തോടെ പ്ലസ് 1 പ്ലസ് 2 പഠിച്ചവരായിരിക്കും ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു കടമ്പയും പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇനി നിങ്ങളുടെ മുന്നിലേക്കുള്ളത് പല വഴികളാണ്. പ്ലസ് 2 വരെ ഒരു സ്ട്രീം, ഇപ്പോൾ 10 വരെ പഠിച്ചിട്ട് കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, സയൻസ് അങ്ങനെയാണ് പ്ലസ് 2 പഠിച്ചതെങ്കിൽ പ്ലസ് 2 പഠിച്ചിട്ട് ഇനി എന്ത് പഠിക്കണം എന്നുള്ളത് വളരെ വലിയൊരു തോട്ട് പ്രോസസ് അല്ലെങ്കിൽ വളരെ വലിയൊരു കരിയർ ചേഞ്ചിങ് ഡിസിഷനാണ്. സോ ഇവിടെ നിങ്ങൾ എന്തെടുക്കുന്നു എന്നത് നിങ്ങളുടെ ഇനി അങ്ങോട്ടുള്ള കരിയറിനും നിങ്ങൾ ഇനി ഏത് ജോലി ചെയ്യണമെന്നും ഉൾപ്പെടെ തീരുമാനിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അതുകൊണ്ട് നമ്മൾ ആ ഒരു തീരുമാനത്തിന് വലിയ വില കൊടുക്കേണ്ടി വരും, കൃത്യമായിട്ട് ആലോചിച്ച് സമയമെടുത്ത് ചിന്തിച്ച് എടുത്തില്ല എങ്കിൽ. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പോസിബിൾ ഓപ്ഷൻസ്. നിങ്ങളിപ്പോൾ പഠിക്കുന്ന വിഷയം ഒന്നെങ്കിൽ സയൻസോ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ ഒക്കെ ആയിരിക്കും. അതിൽ തന്നെ സയൻസ് വിഷയം പഠിക്കുന്നവർക്ക് പ്രധാനമായിട്ടും മുന്നോട്ട് വരാൻ പറ്റുന്ന തരത്തിലുള്ള കുറച്ച് ഓപ്ഷൻസ് ആണ്. അത് കൊമേഴ്സിലും ആപ്ലിക്കബിൾ ആണ്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ പ്രൊഫഷണൽ കോഴ്സുകൾ. ഓക്കെ, അത് എന്തൊക്കെ പ്രൊഫഷണൽ കോഴ്സുകളാണ് എന്ന് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ബിടെക് പോലുള്ള എഞ്ചിനീയറിംഗ് കോഴ്സുകളാണെങ്കിൽ അതിന് എൻട്രൻസ് എക്സാം എഴുതണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, സ്വകാര്യം ഇത്തരത്തിൽ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്ക് പൈസ കൊടുത്തും അല്ലാതെ കീം വഴി മെറിറ്റ് സീറ്റൊക്കെ കിട്ടുന്നവരുമുണ്ട്. അല്ലെങ്കിൽ കോയമ്പത്തൂരും ബാംഗ്ലൂരും പോലുള്ള കോളേജുകളിൽ പോയി പ്രൊഫഷണൽ കോഴ്സ് പൈസ കൊടുത്ത് സീറ്റിന് വേണ്ടി പഠിക്കുന്നവരുണ്ട്. അതുമല്ല എങ്കിൽ BBA, BCA, ഇനി കൊമേഴ്സ് ഹ്യൂമാനിറ്റീസുകാർക്കൊക്കെ ആണെങ്കിൽ CA, ACCA പോലുള്ള കോഴ്സുകൾ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അതല്ലെങ്കിൽ LLB ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് ചെയ്യുന്ന പ്രൊഫഷണൽ കോളേജുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഫഷണൽ ഓപ്ഷൻസ്, അതായത് പ്രൊഫഷണൽ കോളേജുകളിൽ പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ എന്തൊക്കെ വരും, MBBS വരും, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് വരും, വക്കീൽ LLB ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾ വരും. അത്തരത്തിൽ നിരവധി ഓപ്ഷൻസ് ഉണ്ട്. BBA ഉൾപ്പെടെ ബിസിനസ് റിലേറ്റഡ് കോഴ്സുകളുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇങ്ങനൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഏത് എൻട്രൻസ് എക്സാം ആണ് താൻ എഴുതേണ്ടത്. അത് എഴുതിയിട്ട് അത്രത്തോളം പാഷനേറ്റ് ആണ് എങ്കിൽ, മാർക്ക് കിട്ടിയില്ല എങ്കിൽ റിപ്പീറ്റിന് പോകണോ എന്നുള്ള ഓപ്ഷൻസ് ഉൾപ്പെടെ, എന്നുള്ള തീരുമാനം ഉൾപ്പെടെ ഈ പ്ലസ് 2 കഴിയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എടുത്തിരിക്കണം. അപ്പോൾ അതാണ് പ്രൊഫഷണൽ കോഴ്സുകളെ കുറിച്ച് ഞാൻ പറയുന്നത്. ജസ്റ്റ് ഒരു ബ്രീഫ് ഐഡിയ മാത്രമാണ്. ഇതിനെക്കുറിച്ച് സെപ്പറേറ്റ് ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സാധാരണ പ്ലസ് 2 കഴിഞ്ഞിട്ട് ഡിഗ്രി പോവുകയാണ്, അതായത് UG കോഴ്സുകൾ. ഇപ്പോൾ ആണെങ്കിൽ 4 വർഷത്തെ UG കോഴ്സുകളുണ്ട്. കാലിക്കറ്റ്, കേരള, കണ്ണൂർ, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പലതരത്തിലുള്ള കോഴ്സുകളുണ്ട്. ഇപ്പോൾ BA മലയാളം, BSc കെമിസ്ട്രി, BSc ഫിസിക്സ്, BSc ഉണ്ട്, BCom ഉണ്ട്, BA ഉണ്ട്. ഈ രീതിയിൽ നിരവധി പുതിയ AI റിലേറ്റഡ് കോഴ്സുകൾ വരെ നിങ്ങൾക്ക് ഈ ഒരു സ്ട്രീമുകളിൽ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെതായിട്ടുള്ള PG കോഴ്സുകൾ എടുക്കാം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മറ്റ് മേഖലകളിലേക്കോ എന്തൊക്കെ പോകാനുള്ള നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ ഡിഗ്രി പ്രോപ്പറായിട്ട് പറയുകയാണെങ്കിൽ ഡിഗ്രി കോഴ്സുകളാണ്. ഓട്ടോണോമസ് ആയിട്ട് പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റി ലെവലിൽ പഠിക്കുന്നവരുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഓപ്ഷൻ എന്താണ്, പാരാമെഡിക്കലാണ്. പാരാമെഡിക്കൽ എന്ന് പറയുന്നത് നിങ്ങളുടെ മുന്നിൽ പലതരത്തിലുള്ള പാരാമെഡിക്കൽ പ്രവേശനമുണ്ട്. ആ ഒരു പാരാമെഡിക്കൽ കോഴ്സുകൾ എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. കേരളത്തിൽ തന്നെ ഗവൺമെന്റ് ആയിട്ടും അല്ലാതെയും അവൈലബിൾ ആയിട്ടുള്ള നിരവധി പാരാമെഡിക്കൽ കോഴ്സുകളുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇപ്പോഴേ ഒരു ധാരണ വയ്ക്കുക. ഇപ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട ഓരോരോ മേഖലയ്ക്കും അതിൻ്റെതായിട്ടുള്ള സ്പെഷ്യലിസ്റ്റ് പാരാമെഡിക്കൽ കോഴ്സുകളുണ്ട്. അപ്പോൾ ഇതിന്റെ പ്രവേശനം എന്ന് പറയുന്നത് സെപ്പറേറ്റ് ഒരു വിൻഡോ ആണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ആ ഒരു എൻട്രൻസ് എക്സാം എഴുതേണ്ടി വരും, അതിന് അപേക്ഷ കൊടുക്കേണ്ടതായിട്ട് വരും. അത് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷെ നിങ്ങളുടെ പാഷൻ ആണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്, നിങ്ങളുടെ ഇൻട്രസ്റ്റ് ആണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇപ്പോൾ തന്നെ തീരുമാനിക്കുക പാരാമെഡിക്കൽ കോഴ്സ് ആണോ പഠിക്കേണ്ടത്, ജോബ് ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയാണ്, ആ മേഖലയിലേക്ക് പോയി കഴിഞ്ഞാൽ കരിയർ എങ്ങനെ ഉണ്ടാകും. ഓക്കെ, അതിനെക്കുറിച്ചും എന്തായാലും നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും, ആപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി ഒരു ഓപ്ഷൻ, പെട്ടെന്നൊരു ജോലി വേണം, അല്ലെങ്കിൽ സ്കിൽ അക്വയർ ചെയ്യണം, ഡിഗ്രിയൊക്കെ പഠിച്ച് സമയം കളയാനില്ല എന്നൊരു മൈൻഡ് സെറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 2 കാര്യങ്ങളിലേക്ക് പോകാം. ഒന്ന് പോളിടെക്നിക്കാണ്, 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളാണ്. അത് വെച്ച് ISRO തുടങ്ങിയ ഉയർന്ന സ്ഥാപനങ്ങളിൽ കയറാനും പെട്ടെന്നൊരു ജോലി എന്നൊരു സ്വപ്നം നിങ്ങൾക്ക് സഫലീകരിക്കാനും പോളിടെക്നിക് അല്ലെങ്കിൽ ITI. ITIയിൽ 1 വർഷത്തെയും 2 വർഷത്തെയും
വിവിധ തരത്തിലുള്ള കോഴ്സുകൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് തന്നെയുണ്ട്. സ്കിൽ ട്രെയിനിങ് ആയിരിക്കും. സോ കുറച്ചുകൂടി തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം പോലെയാണ്. പ്രധാനമായിട്ടും ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ സാധാരണ ബോർഡ് എക്സാം പഠിച്ചു വന്നവരല്ല, ഈ വൊക്കേഷണലൊക്കെ പഠിച്ചു വന്നവർ അങ്ങനെ പോകാനുള്ള സാധ്യത കൂടുതലാണ്. അത് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇനി അവസാനത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, ഈ ഡിഗ്രി ഒന്നും നിങ്ങൾ എടുക്കുന്നില്ല, മറിച്ച് നിങ്ങൾ ഈ പറയുന്ന പോലെ മിലിറ്ററി അല്ലെങ്കിൽ ഈ +2 ക്വാളിഫിക്കേഷൻസ് വെച്ചിട്ടുള്ള എക്സാംസ് അറ്റൻഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ NDA പോലുള്ള എക്സാംസിനാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്, ഡിഗ്രി നോക്കുന്നില്ല. അങ്ങനെയുള്ളവരും അതുപോലെ കോഡിംഗ് റിലേറ്റഡ് സ്കില്ല്, ട്രേഡിങ്, ഡിഗ്രിയുടെ ആവശ്യമില്ല, അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ്, ഈ രീതിയിൽ നിങ്ങൾക്ക് സഞ്ചരിക്കാം എന്നുള്ളതാണ് മറ്റൊരു ഓപ്ഷൻ. അപ്പം ഞാൻ ഈ പറഞ്ഞ 5 ഓപ്ഷനുകളിലും വെറൈറ്റീസ് ഉണ്ട്. അതെല്ലാം പക്ഷേ നിങ്ങളുടെ ഇൻട്രസ്റ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക, കൃത്യമായിട്ട് ഓരോ മേഖലയെയും കുറിച്ച് അറിയാൻ ശ്രമിക്കുക. നിങ്ങളുടെ സംശയങ്ങൾക്ക് കമൻറ്റ് രേഖപ്പെടുത്തുക. അതുപോലെ 1-to-1 പേഴ്സണലൈസ്ഡ് മെന്റർഷിപ്പ് ഫോർ അഡ്മിഷൻ അവൈലബിൾ ആണ്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിന് വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉപയോഗിച്ച് കോൺടാക്ട് ചെയ്താലും മതി. സോ ഇത്തരത്തിലുള്ള ഓപ്ഷൻസും ഇനി അങ്ങോട്ടുള്ള അപ്ഡേറ്റ്സുകളും എന്തായാലും എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് തന്നെ വരും വീഡിയോയിൽ നമ്മൾ പറയുന്നതാണ്. തൽക്കാലം തരുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്.